ഹബീബിനോട് പരാതി പോലും ബോധിപ്പിക്കാൻ പാടില്ലത്രേ. ഹബീബിനോട് യാ റസൂലല്ലാഹി, പുണ്യനബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാം ഹബീബ് ജീവിച്ചിരിക്കുമ്പോ. അങ്ങനെ തെളിവ്, അങ്ങനെ അവര് പറയാറുള്ളത്. മരിച്ചാൽ അത് പിന്നെ പറ്റൂല, ജീവിച്ചിരിക്കുമ്പോ. ചോദിക്കട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണോ അല്ല ഈ തടി കൊണ്ട് മാത്രമാണോ? റൂഹ് വേണ്ടേ? റൂഹ് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുമോ? ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? റൂഹ് നഷ്ടപ്പെട്ടാൽ. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ? റൂഹ് നഷ്ടപ്പെട്ടാൽ കഴിയോ? ഇല്ല. എന്നാൽ ആ റൂഹ്, മുഅ്മിനിന്റെ റൂഹ്, ആ മുഅ്മിനിന്റെ വഫാത്തിന് ശേഷവും അവിടെ ഉജ്ജ്വലമായി നിലനിൽക്കുകയാണ്. മലക്കുകളെ കാണാനുള്ള കഴിവ് പോലും മരണത്തോട് ചേർന്ന് നിൽക്കുന്ന, ജീവിച്ചിരിക്കുന്ന മനുഷ്യന് പോലും അല്ലാഹുവിന്റെ മലക്കുകളെ കാണാൻ കഴിയും മരണം ആസന്നമാകുമ്പോൾ. അതല്ലേ ഹദീസ്. റൂഹ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റൂഹിനോട് പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണോ ഈ പറയുന്നത്? ആ റൂഹിന് ഒരു ഇടപെടലും ചെയ്യാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, മആദല്ലാഹ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഖുറാഫാത്തുകളായുള്ളത് ഖുറാഫാത്തു തന്നെയാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരിൽ കെട്ടിവെക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ബന്ധമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ലയോ? യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ലേ? പുണ്യനിബിധങ്ങളല്ലേ പറഞ്ഞത്? ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. ജീവിച്ചിരിക്കുമ്പോൾ ഫഉശജ്ജിഉ ലക്കുമുശ് ശറാഇഅ, ഞാൻ നിങ്ങൾക്ക് ശരീഅത്ത് പഠിപ്പിച്ചു തരും. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാവിന്, അനുയായികളുടെ പ്രവർത്തനങ്ങളെ കാണിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇത് സ്വഹീഹായ ഹദീസാണ്. പണ്ഡിതന്മാർ തെളിവുദ്ധരിക്കുന്ന ഹദീസാണിത്. എല്ലാ റിവായത്തുകളും പഠിക്കാതെ ഏതെങ്കിലും ഒരു സനദ് വെച്ചുകൊണ്ട് ഹദീസിനെ തള്ളിപ്പറയരുത്. വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഹബീബിന്റെ അനുയായികളാണെങ്കിൽ, ഹബീബിന്റെ അനുയായികളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട്. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, ഇത് അല്ലാഹുവിന് പ്രശ്നമുള്ള വിഷയമാണോ ഹബീബിന് കാണിച്ചു കൊടുക്കൽ? ഈ കോടിക്കണക്കിന് ആളുകളുടെ കോൾ ഡാറ്റകൾ നമ്മുടെ സെർവറുകൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ ഡാറ്റകൾ മനുഷ്യന് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഓരോരുത്തരുടെയും ഐഡന്റിഫൈ ചെയ്യാൻ മനുഷ്യന്റെ ഇന്റലിജൻസിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കഴിയുമെങ്കിൽ, ലോകത്തിന്റെ അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായ സൃഷ്ടിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. മൊബൈൽ ടവറുകൾ ഇല്ലാത്ത കാലത്താണ് നബി തങ്ങൾ ഹദീസ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മൊബൈൽ ടവറുകൾ ഇല്ലാത്ത കാലത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ, ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന സാധ്യത പോലും ചിന്തിക്കാത്ത ഒരു കാലത്ത്, ഫിസിക്സ് എന്താണെന്നറിയാതിരുന്ന ഒരു കാലത്ത്, അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന അൾട്രാ വയലറ്റ് റൈസിനെ കുറിച്ചോ ഇൻഫ്രാറെഡിനെ കുറിച്ചോ അറിയാതിരുന്ന ഒരു കാലത്ത്, എക്സ്റേകളെ കുറിച്ച് അറിയാതിരുന്ന കാലത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തുകളിലെ കോടി 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 വരുന്ന ആളുകളുടെ സ്വലാത്തുകൾ എനിക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എത്തിച്ചു തരും. ആരാണത് ചൊല്ലിയതെന്നും അവരുടെ വാപ്പയുടെ പേരെന്താണെന്നും അവരുടെ തറവാട് ഏതാണ് എന്നും എനിക്ക് അല്ലാഹു അറിയിച്ചു തരുമെന്ന് പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിരിക്കുന്ന മൊബൈൽ ഫോണുകളിലേക്ക്
അതത് ടെലികമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ടവറുകളിൽ നിന്ന് അവനവന്റെ ഫോൺ ഒരാളുടെ നമ്പർ വിളിച്ചാൽ അത് മാറിപ്പോകുന്നുണ്ടോ? ഒരാൾക്ക് ഡയൽ ചെയ്താൽ ഓസ്ട്രേലിയയിൽ കിടക്കുന്നവനും അങ്ങ് നോർത്ത് അമേരിക്കയിൽ കിടക്കുന്നവനും ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും കിടക്കുന്ന ആളുകളെ സെക്കൻഡുകളെ കൊണ്ട് ഇവിടുന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ റസൂലിന് കഴിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് എന്താ നിങ്ങളുടെ വിചാരം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ അലൈഹി, ഞാൻ അള്ളാഹുവിന് സ്തുതി പറയും. വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്നെ കാണിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിവാഹങ്ങളിൽ ആഭാസങ്ങൾ നമ്മുടെ വിവാഹത്തിന്റെ സ്റ്റേജിലും വേദികളിലും നടക്കുമ്പോ, മുസ്ലിമീങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയട്ടെ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഒരു സ്റ്റേജിൽ നിന്നുകൊടുത്ത് ചിരിച്ചുകൊടുത്ത് കൂട്ടം കൂട്ടമായി നിന്ന് കൂടെ പഠിച്ചവരും കൂടെയുള്ളവരും നാട്ടുകാരും കുടുംബ ബന്ധങ്ങളുടെ ചോരബന്ധങ്ങളോ മഹറമ ബന്ധങ്ങളോ പോലും പറയാൻ പോലും ഉസ്താദുമാർക്ക് വക നൽകാത്ത വിധം ആഭാസങ്ങൾ നമ്മുടെ വിവാഹ വേദികളിൽ നടക്കുമ്പോ മദീനയിൽ കിടക്കുന്ന ഹബീബിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നെങ്കിലും അഹ്ലുസുന്നയുടെ ആളുകൾ മനസ്സിലാക്കണ്ടേ. ഹബീബിന് ഇത് കാണിക്കപ്പെടുന്നുണ്ട്, ഈ ആഭാസങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. ആഭാസങ്ങൾ ഏറി വരുന്നതിൽ വേദനയുണ്ട്. സാധുമാരും തങ്ങന്മാരും വന്ന് ദുആ ചെയ്ത് കൊടുക്കാണ്, ബാറകല്ലാഹു അലൈക്കുമാ വബാറക ഫീകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ. പുതിയനും പുതിയാപ്പിളക്കും ദുആ ചെയ്തിട്ട് മഹാന്മാർ ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ നടക്കുന്ന നൃത്തമേളങ്ങൾ, വാദ്യമേളങ്ങൾ, എന്തൊക്കെ പാർട്ടികളാ നടക്കുന്നത്, എന്തൊക്കെ വെറൈറ്റീസാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ആഭാസമാണെങ്കിൽ ഇത് പുണ്യ റസൂൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മൾ ചെയ്യുന്ന നന്മകൾ, തഹജ്ജുദും ഇബാദത്തും ഖുർആനും സ്വലാത്തും ദിക്റും ഹബീബിന്റെ മൗലിദ് പാരായണങ്ങൾ അടക്കം ഹബീബിന് കാണിക്കപ്പെടുന്നുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളും ഹബീബിനെ കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ്, ഹബീബ് പറയും അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മത്തികൾ നല്ലതാണല്ലോ ചെയ്യുന്നത്, എന്റെ ഉമ്മത്തികൾ സൽക്കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നത്, അവരുടെ ഖബറിലേക്ക് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പോയി കയ്യും കെട്ടി നിൽക്കേണ്ടി വരുമെന്ന ബോധത്തിലാണല്ലോ എന്റെ ഉമ്മത്തികൾ ജീവിക്കുന്നത് എന്ന് കാണുമ്പോ ഹബീബ് അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു, വമാ റഅയ്തു ഗൈറ ദാലിക്, ഹബീബാ നബി തങ്ങൾക്ക് വേദനയുണ്ടാകുന്ന വിഷയമാണത്. ആ വേദനയിൽ ഹബീബ് നമ്മളെ ശപിക്കുന്നില്ല കേട്ടോ, ശപിക്കുന്നില്ല. ഹബീബ് ഒരിക്കലും നമുക്കെതിരെ ദുആ ചെയ്യുന്ന പോലുമില്ല. ഹബീബ് പറയാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്റെ വഫാത്തിന് ശേഷം എനിക്ക് കാണിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക, അതാണ് ഹദീസ്. വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന ആശാസ്യമല്ലാത്ത നല്ലതല്ലാത്ത തിന്മകളോ ദുരാചാരങ്ങളോ നിങ്ങൾ ചെയ്യുമ്പോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. റബ്ബേ, എന്റെ ഉമ്മത്തികൾ ചെയ്തു കാണിക്കുന്നതാണിത്. റബ്ബേ, അവർക്ക് സൽബുദ്ധി കൊടുക്കണേ, പൊറുത്തു കൊടുക്കണേ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു നുക്ത പറയാം, വളരെ കൗതുകമുള്ള ഒരു അറിവ്. അത് 2000-ൽ വഫാത്തായ 2021-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ലോകത്തോട് വിട പറഞ്ഞ അല്ലാമ മുഹമ്മദ് മുതവല്ലി ശഅറാവി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് ബിദ്ഈ ചിന്തകളെ കീറി മുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ഈ ഉമ്മത്തിന് മനസ്സിലാകുന്ന വിധം
അറബികളുടെ മിശ്രികളായ അറബികൾക്ക് അവരുടെ ലഹജയിൽ, അവരുടെ കൊളോക്കിയൽ സ്ലാങ്ങിൽ ഇത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞു കൊടുത്തൊരു പണ്ഡിതൻ, ഇത്രമേൽ ലോക ശ്രദ്ധയാകർഷിച്ചൊരു പണ്ഡിതൻ വേറെയില്ല. ആ മഹാനാണ് മഹാനായ ശൈഖ് മുഹമ്മദ് മുതവല്ലി ശഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഏത് ക്ലാസ് അവസാനം ഇദ്ദേഹത്തിന്റെ ദർസുകളുണ്ട്, ഖുർആന്റെ തഫ്സീറുകൾ. ആ തഫ്സീറുകളിൽ നിന്ന് ശിഷ്യന്മാരൊക്കെ കൂടി മുഅല്ലഫാത്ത് ആക്കിയിട്ടുണ്ട്. ഖവാത്തിർ എന്നാണ് അതിന്റെ പേര്, അൽ ഖവാത്തിർ. അൽ ഖവാത്തിർ. എല്ലാ ക്ലാസ് കഴിയുമ്പോഴും മഹാനവറുകൾ പറയും വഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്, അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് കാണാം എന്ന് പറഞ്ഞിട്ടേ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. ക്ലാസ് തുടങ്ങുമ്പോൾ പറയും വഖഫനാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന, എന്നിട്ട് ആയത്ത് ഓതും. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിന്റെ ഈ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആയത്ത് അങ്ങനെ ഒരു ശൈലി അങ്ങനെയാണ്. വഖഫനാ ഫിൽ ലിഖാഇ സാബിഖ ഇൻദ ഖൗലിൽ ഹഖ് സുബ്ഹാന. കഴിയുമ്പോൾ എന്ത് പറയും? വഇലാ ലിഖാഇൻ ആഖിറ ഇൻഷാ അല്ലാഹ്. വഫാത്ത് നടക്കുന്ന തലേ ആഴ്ച ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ആഴ്ച പറഞ്ഞില്ല വഇലാ ലിഖാഇൻ ആഖിറ എന്ന് പറഞ്ഞില്ല. പിറ്റേത്തെ ക്ലാസ് ആയപ്പോഴേക്കും മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മഹാനായ മുതവല്ലി ശഅറാവി. മഹാൻ പറയാ, ഞാൻ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോ ഒരായത്തിന്റെ അർത്ഥം എനിക്ക് 10 വർഷം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരായത്തിന്റെ ആശയം 10 വർഷം ഞാൻ ചിന്തിച്ചിരുന്നു, മനസ്സിലായില്ല. 10 വർഷം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു എനിക്കത് മനസ്സിലാക്കി തന്നു. ഏതായത്തെന്നറിയോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. പുണ്യ നബിതങ്ങളുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ആയത്തുകളിൽ പ്രധാനപ്പെട്ട ഒരായത്ത് വലൗ അന്നഹും, നബിയേ അങ്ങയുടെ അനുയായികളോട് പറയണേ, വലൗ അന്നഹും അവരവരോട് തന്നെ തിന്മകൾ ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചിട്ട് നിസ്കാരം ഖളാക്കിയിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാതെ നാവുകളെ നിയന്ത്രിക്കാതെ മനസ്സിനുള്ളിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോട് പോലും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നവരോട് പറയണേ, ജാഊക്, അങ്ങയുടെ സന്നിധാനത്തിൽ അവർ വരികയും അങ്ങയുടെ മജ്ലിസിൽ അങ്ങയുടെ മുമ്പിൽ അവർ വരികയും ഫസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് അങ്ങയുടെ മുമ്പിൽ വെച്ച് അവർ ദുആ ചെയ്താൽ, വരുന്നു വരുന്നാ മതി, പക്ഷെ പ്രത്യേകത ഉണ്ട്, അങ്ങയുടെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്താൽ വലൗ അന്നഹും ഇൻ ളലമൂ അൻഫുസഹും ജാഊക്, തെറ്റുകൾ ചെയ്ത് അങ്ങയുടെ മുമ്പിലേക്ക് ചില ആളുകൾ വരുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവിടെ വെച്ചവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലായ അങ്ങ് അവർക്ക് വേണ്ടി അങ്ങും മാപ്പിരക്കുകയും ചെയ്താൽ, പടച്ചവനെ എന്റെ ഈ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് പറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്ന? ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അവരുടെ തൗബ മുഴുവൻ അല്ലാഹു സ്വീകരിക്കും നബിയേ, അവർക്ക് റഹ്മത്ത് വാരിക്കോരി അല്ലാഹു കൊടുക്കും നബിയേ. എന്താ കണ്ടീഷൻ? അങ്ങയുടെ മുമ്പിൽ വരണം, അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യണം, അങ്ങ് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും വേണം. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പറയുമ്പോ മഹാനായ മുതവല്ലി ശഅറാവി തങ്ങൾ പറയാ, എനിക്കൊരു സങ്കടം വന്നു. അത് നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാകുമോ?
അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പിൻതലമുറക്കാരായ ആളുകൾ അവർക്ക് ഈ ആയത്തിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? നബി ദുആ ചെയ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെങ്കിൽ അത് ഹബീബിന്റെ സ്വഹാബികൾ കൊണ്ടുപോയില്ലേ ആ മഹത്വം? ഹബീബിന്റെ കാലശേഷം ഈ ആയത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് എങ്ങനെ ഉപകാരമുണ്ടാകും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ ഹദീസ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഹദീസിൽ ഇങ്ങനെയാണ്: ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എന്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. തുഅറദു അലയ്യ അഅമാലുക്കും. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ഈ ബന്ധമില്ലെങ്കിൽ എന്ത് ബന്ധമാ പിന്നെ ഇസ്ലാമിന്റെ ബന്ധം? നമ്മളും നബിയും തമ്മിൽ ഈ സ്നേഹത്തിന്റെ പാലം പണിതില്ലെങ്കിൽ പിന്നെ എന്ത് ഉമ്മച്ചികളാ നമ്മൾ? നമ്മുടെ നേതാവുമായി എന്ത് കണക്ഷനാ നമ്മൾക്കുണ്ടാകുന്നത്? നിങ്ങൾ ഹബീബിന്റെ അരികത്ത് വന്നാൽ ഹബീബ് നിങ്ങൾക്ക് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പോലെ വമമാതി ഖൈറുൽ ലക്കും. എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഈ ഹദീസ് കണ്ടപ്പോഴാണ് എന്റെ കണ്ണുകൾ നനഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിനെ എങ്ങാനും നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് ആരെങ്കിലും അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ ഹദീസ്. അത് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് എന്ന് അതിന് അർത്ഥം പോലും കൊടുക്കാൻ പാടില്ലെന്നാണ്. മരണത്തോടെ എല്ലാം തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ യുക്തിവാദികളായിരിക്കും. പിന്നെ മരണത്തോടെ ഒരു മുഅ്മിനിന്റെ കർമ്മങ്ങൾ അവസാനിച്ചോ? ഹബീബ് അനുയായികൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന അനുയായികൾക്ക് ഹബീബ് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. ഏതുപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്ഹാബുകൾക്ക് നബി തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചിരുന്നത് പോലെ മരണപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷവും ഹബീബ് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ ഹബീബനാ യാ മൗലാനാ വയാ ശഫീഅനാ യാ റസൂലല്ലാഹ്. അത് മെല്ലെ പറഞ്ഞാലും ഹൃദയത്തിൽ പറഞ്ഞാലും നാവുകൊണ്ട് പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും എന്റെ ഹബീബ് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതാണ് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മുൻഗാമികളുടെയും അഖീദ. അതായിരുന്നു. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ചേരുന്നുണ്ട് എന്ന് അള്ളാഹു അറിയിപ്പ് കൊടുത്തത് കൊണ്ടായിരിക്കാം എന്റെ ഈ മസ്ജിദ് എന്ന് പറയാൻ കാരണം, മദീന പള്ളിക്ക് സ്ഥാനം കിട്ടാൻ കാരണം ഹബീബിൻ്റെത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എന്റെ മസ്ജിദിൽ 1000 കൂലി. എന്നാൽ നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നാൽ ആദ്യം എന്തു ചെയ്യണം? എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഫീല് തോന്നുകയാണ്. 24 മണിക്കൂറാന്നല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. മദീനത്തെ പള്ളിയിൽ ചെന്നാൽ ആദ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ അല്ല ഹബീബിൻ്റെ അടുത്ത് പോയി സലാം പറയണോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കുകയാണോ വേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ സലാം പറയാൻ വേണ്ടി ബാബുസലാമിലൂടെ പോയാൽ മതിയോ? അതിന് മഹാന്മാർ കൊടുത്ത, അശ്അരി പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹബീബിൻ്റെ അരികത്ത് ചെല്ലുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. ഹുക്മ് അദബിന് വഴിമാറി കൊടുക്കും. ശരിക്കും മനസ്സിലാക്കുക, ഹബീബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദബ് വഴിമാറി കൊടുക്കും. നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്, തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഹുക്മ് വഴിമാറി കൊടുക്കും ഹബീബിനോടുള്ള അദബിന്. നിയമം ഒരുപക്ഷെ ഒരു മസ്ജിദിൽ കയറിയാൽ ആദ്യം തഹിയ്യത്ത് നിസ്കരിക്കുക എന്നാണ് അല്ലേ? നമ്മളൊരു നിക്കാഹ് സദസ്സിലേക്ക് പള്ളിയിലേക്ക് പോവുക,
അവിടെ പോയി ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് തഹയ്യത്തുൽ മസ്ജിദ് നിസ്കരിച്ചിട്ടിരിക്കുക. അതാണ് അവിടുത്തെ ഹുക്മ്. ഹബീബിന്റെ അരികത്തെത്തുമ്പോൾ ഹുക്മ് വഴിമാറി കൊടുക്കണം. അദബാണ് അവിടെ വേണ്ടത്. എന്നിട്ട് അശ്അരി പണ്ഡിതന്മാർ, ശാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളടക്കം മഹാന്മാർ ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹബീബിനോടുള്ള അദബ് പാലിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഹബീബിന്റെ റൗളയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ സയ്യിദി അബാ ബക്കർ, അസ്സലാമു അലൈക യാ സയ്യിദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. മഹാന്മാരായ ഹബീബിന്റെ സ്വാഹിബൈനിയോട്, സിദ്ദീഖെന്നവരോടും ഉമർ എന്നവരോടും പുണ്യനിബിതങ്ങളോടും സലാം പറയണം. എന്തുകൊണ്ട്? മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ മസ്ജിദിൽ പോയതെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങൾ പോകുന്നത്, ചില ആളുകൾക്ക് ഹബീബല്ല വിഷയം, 1000 അല്ലേ, അത് വാരിപ്പോരാം. ആ 1000 എവിടെ നിന്ന് കിട്ടി? അത് 1000 ആവാൻ കാരണമെന്ത്? എന്താ കാരണം? മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദ് ഹബീബ് കിടക്കുന്നത് കൊണ്ടാണ് ആ മഹത്വം. ഹബീബ് ഇഷ്ടപ്പെട്ട മസ്ജിദായതുകൊണ്ടാണ് ആ മഹത്വം. അല്ലെങ്കിൽ ഹബീബിന്റെ കൈകൊണ്ട് ഹബീബ് ആദ്യമുണ്ടാക്കിയ പള്ളി ഖുബാ മസ്ജിദാൻ, മസ്ജിദ് ഖുബയാൻ, ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി. ഇസ്ലാമിലെന്ന് പറയാൻ തങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ മസ്ജിദ് ഖുബയാൻ. പക്ഷേ 3 മസ്ജിദുകളിൽ മസ്ജിദ് ഖുബയ്ക്ക് ഇടമില്ല, മസ്ജിദുൻ നബവിക്കാണ് ഇടം. അതെന്തുകൊണ്ടെന്നറിയുമോ? ആ ഷറഫ് കിട്ടിയത്, ആ സ്ഥാനം കിട്ടിയത് ഹബീബ് അവിടെയുണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരാൾ, എത്രയോ പീടികൾ, ഇവിടെ ഒരു ചില്ലാൻ ഗ്രില്ല് കാണുന്നു അല്ലേ, നിങ്ങൾക്ക് ഉദാഹരണം പറയാം, ആരുടെ ഷോപ്പാണെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണേ സഹോദരങ്ങളെ. അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വിളിച്ചിട്ട് പറയാൻ, ദേ നിങ്ങൾക്കിതാ ചില്ലാൻ ഗ്രില്ലില് ഒരു ഗ്രില്ല് ഞങ്ങളോട് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടോ എന്ന് നിങ്ങൾ ആ ഷോപ്പിൻ്റെ ഉടമ വന്ന് വിളിച്ചിട്ട് അവിടെ മൂപ്പരവിടെ ഇരിക്കുന്നുണ്ട്, ആ ഫുഡ് അവിടെ ഉണ്ട്. ബിദഅകൾ എന്താ ചെയ്യാന്നറിയോ? ആ ഫുഡ് വാങ്ങിപ്പോരും. അതെനിക്ക് വെച്ചതല്ല, എനിക്കുള്ളതല്ല, ഞാൻ അത് കിട്ടേണ്ട ആളല്ലേ. അഹ്ലുസുന്ന എന്ത് ചെയ്യും? ആ ഫുഡ് തൊടുന്നതിൻ്റെ മുമ്പ് ആ മുതലാളിയോട്, മാഷാ അല്ലാഹ് തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, വലിയൊരു ഉപകാരം നിങ്ങൾ ചെയ്തതിട്ടോ, എനിക്ക് വിശക്കുന്ന നേരത്തൊരു ഭക്ഷണമല്ലേ നിങ്ങൾ തന്നത്, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്തിന് ഭക്ഷണം തരട്ടെ, എന്നിട്ട് ആ ഭക്ഷണം എടുത്ത് പോരും. അങ്ങനല്ലേ അതിൻ്റെ മര്യാദ. ആ മുതലാളിയെ തിരിഞ്ഞു നോക്കാതെ പ്ലേറ്റ് എടുത്ത് പോരുക ചെയ്യേണ്ടത്. അതല്ലേ ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ട് മസ്ജിദുൻ നബവി? അത് ഹബീബുള്ളത് കൊണ്ടാണ്. പുണ്യ നബി തങ്ങൾ അവിടെ ഇല്ലെങ്കിൽ മസ്ജിദുൻ നബവി ഇല്ല. വമസ്ജിദി നിസ്ബത്തുൻ ഇലാ ജസദിഹി ശരീഫ്, ഹബീബിന്റെ പുണ്യ ശരീരത്തിലേക്കാണ് ആ നിസ്ബ. എന്റെ മസ്ജിദ് ലോകത്തുള്ള മണ്ണുകളിൽ, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമി ഏതാ? കെട്ടിടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കെട്ടിടം കഅബാലയം. നമ്മൾ മനസ്സിലാക്കി. മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണേതാ? ഏതാ? പരിശുദ്ധമായ റൗള ഷരീഫ. എന്തുകൊണ്ട്? ഹബീബിന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. ആ മണ്ണിലാണ് ഹബീബിന്റെ ശരീരം കിടക്കുന്നത്. ഇനി മനസ്സിലാക്കുക. ജീവിച്ചിരുന്ന് 63-ാമത്തെ വയസ്സിൽ ഹബീബ് വഫാത്തായി അല്ലേ? ആ വഫാത്തായ ഹബീബിന്റെ ശരീരം പരിശുദ്ധമായ അൽ ഹുജ്റത്തു ശരീഫയിൽ മറവ് ചെയ്തപ്പോ, ആ മണ്ണിലേക്ക് ഹബീബിന്റെ ശരീരം ചേർന്ന് നിന്നപ്പോ, ആ മണ്ണാണ് ലോകത്തെ മണ്ണിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണ്. ബിഇജ്മാഇൽ ഉലമാഇ ഖാതിബതൻ, ലോകത്ത് ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ശ്രേഷ്ഠത കിട്ടിയത് ഹബീബ് ആ മണ്ണിലേക്ക് വന്നപ്പോ, ആ മണ്ണിന് ശ്രേഷ്ഠത കിട്ടിയിട്ടുണ്ടെങ്കിൽ പുണ്യനബി തങ്ങളുടെ ശരീരവും ആ ശരീരത്തിലെ എല്ലുകളും ആ പുണ്യ ഹബീബിൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഭ്രൂണമായി ആമിന ബീവിയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോ, ആ ഉദരത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന് പറയുന്നവന്റെ മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഹബീബ് മണ്ണിലേക്ക് കിടന്നപ്പം മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ. പിന്നെ
ആ ഹബീബ് ഉദരത്ത് കടന്നപ്പോ ഹബീബിന്റെ ചോരയും അവിടുത്തെ മാംസവും എല്ലുകളും രൂപപ്പെട്ടത് ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലാ. എന്നിട്ട് പറയാ, ഉളുപ്പില്ലാതെ പറയാ, ആ ഗർഭത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ്. ആലോചിക്കുന്നുണ്ടോ? ഇതാണ് ബിദ്അത്തിന്റെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഗൗരവമാണ്. നമ്മുടെ അഖീദയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത്. ഇങ്ങനെ മണ്ണിന് ശക്തതയുണ്ടെങ്കിൽ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ പുണ്യനബി തങ്ങളുടെ ലുത്ഫത്ത് ക്യാരി ചെയ്തു കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് സ്ഥാനമുണ്ടാവണ്ടയോ? ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ട്? ആർക്കാ ഇത് മനസ്സിലാക്കാൻ പ്രയാസം? എന്നിട്ട് ലീഫ്ലെറ്റ് അടിച്ചുവിടും, ഇന്ന അബീ വ അബാക ഫിന്നാർ, അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മാനെ വാപ്പനെ നരകത്ത് പറഞ്ഞേക്കല ചില ആൾക്കാരുടെ ജോലി. അത് നരകത്ത് പറഞ്ഞിങ്ങനെ നടക്കുക. അതാണ് വലിയ വിവരം. ഈ വിവരം ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലയോ? ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഹബീബ് സന്തോഷിക്കുമോ ഇല്ലയോ? അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഒരു അപകടം. ഞാൻ ആരെയും കുറ്റം പറയാനോ, നാളെ ഏതെങ്കിലും മറ്റു ബിദ്അത്തിന്റെ സംഘടനക്കാർ നാളെ ക്ലിപ്പേറ്റ് വരും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണം. ക്ലിപ്പ് വീരന്മാരുണ്ടാവും, കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നവർ പറഞ്ഞ് മുഴുവൻ കേൾക്കണം. അത് കേൾക്കാതെ നിങ്ങൾ ഉണ്ടാക്കുക, ദുരുദ്ദേശപരമായിട്ട് ചെയ്യരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ദീനാണ്. അവർക്ക് ക്ലിപ്പുണ്ടാക്കി ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള പരിപാടിയാക്കാരോ, ഉദവി ഇങ്ങനെ പറഞ്ഞു, നാളെ വരും. ഇപ്പോൾ ഒരുത്തർ കുറിച്ചത് ഉണ്ടാക്കുന്നുണ്ടാവും. ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നാളെ ചിലവാക്കാൻ. എന്തിന്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ച നുണ പറയാ. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂല എന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചു. എന്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല. അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി എന്ന് വിചാരിച്ച് പിൽക്കാലത്തുണ്ടായൊരു നല്ല കാര്യം അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് പറയാൻ വിടൂല. അപ്പോഴും കട്ട് ചെയ്യാം. അവന്റെ സ്വാതന്ത്ര്യമാണ്. ഞാനതൊക്കെ തിരുത്തി കൊടുത്തു. അപ്പൊ അതിലും വലിയ ചീത്തവിളി ബാക്കിൽ. പിന്നെ ഞാൻ വിട്ടു. തിരുത്തി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടു പോകും. ഹബീബ് ആരാണ്? പുണ്യനിബിതങ്ങൾ ആരാണ്? ഇത് മനസ്സിലാക്കി നമ്മൾ. ആരാ പുണ്യനിബിതങ്ങൾ? നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണ്? എന്താ അപകടം? നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത്? അങ്ങനെയാണോ അതിന്റെ അർത്ഥം വരിക? അല്ലേ? ഉമ്മയും വാപ്പയും കാഫിരീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ 40ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലേ അർത്ഥം വരിക? പുണ്യ നബിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? അതെന്താ അവര് മനസ്സിലാക്കാത്തത്? അപ്പൊ പിന്നെ മറ്റ് ഹദീത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹദീത്തിന്റെ അർത്ഥം? ഇന്ന അബീ വ അബാക ഫിന്നാർ. അബ് എന്ന പ്രയോഗം ആർക്ക് പറയുന്നതാണ്? ആരെക്കുറിച്ചൊക്കെയാണ് അറബ് ഭാഷയിൽ അബ് എന്ന് പറയുന്നത്? ആ ഹദീസിന്റെ ബലാബലം എന്താണ്? ലാ യുഹ്തജ്ജു ബിഹി ബിമഫ്ഹൂമിഹി. ആ ഹദീസിന്റെ ആശയം വെച്ച് ഒരിക്കലും ഫത്വകൾ പറയരുത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, ഫഖറുദ്ദീൻ റാസി തങ്ങൾ, അല്ലാമ സുയൂത്തി തങ്ങൾ, അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭരായ പണ്ഡിതൻ അല്ലാമൽ കച്ചാനി, പ്രഗൽഭരായ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരും മുൻഗാമികളുമായ ഇമാം നബവി തങ്ങൾ അടക്കം. എന്നിട്ട് ഈ ചെറുക്കന്മാർ പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില. എവിടെ നിന്ന് കിട്ടി? അബ് എന്ന വാക്കിന് വാപ്പ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന്. എന്റെ എളാപ്പ എന്റെ മൂച്ചാപ്പ അബൂ ത്വാലിബ്. അമ്മ നിബിതങ്ങൾ യതീമാണ്. യതീമുകളെ വളർത്തുന്ന അമ്മമാര് അബ് എന്ന് വിളിക്കാറുണ്ട്. ഏതുപോലെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ പിതാവിന്റെ സഹോദരനായ ആസർ എന്നവരെ അബു എന്ന് വിളിച്ച പോലെ വാലിദ് എന്ന് പറഞ്ഞ വാപ്പയാണ്. അവിടെ നോ ഡിസ്കഷൻ. അബ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എളാപ്പാക്ക് പറയും അബ്. ഖുർആനിൽ തന്നെ തെളിവുണ്ട്. മൂത്താപ്പാക്ക് പറയും, വല്ലിപ്പാക്ക് പറയും അബ്. പക്ഷെ വാലിദ് എന്ന് പറഞ്ഞാൽ അവിടെ വാപ്പയാണ്, ജനനം നൽകിയ വാപ്പയാ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള ഹബീബിന്റെ പരമ്പര ആദം അലൈഹിസ്സലാം വരെ
സുരക്ഷിതരായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. നമ്മൾ കുറേ നബി തങ്ങളുടെ മനാഖിബൊക്കെ പറയും, നബി തങ്ങൾ കരുണ കാണിച്ചവരാ, അത് ഇവർക്കും അറിയാം കരുണ കാണിച്ചവരാ. പക്ഷേ മുസ്ലിമീങ്ങൾ ഇഹ്തിഫാൽ ബി മൗലിദിൻ നബി, ഹബീബിന്റെ മൗലിദ് ആഘോഷിക്കുമ്പോഴേക്കും നമ്മളൊക്കെ പഴച്ചവരാ, നമ്മളൊക്കെ നബി തങ്ങൾ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ് എന്ന് പറയുന്നവർ, ഹബീബിന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ പറഞ്ഞ് കുഫറാരോപണം ചെയ്ത് സന്തോഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ വിവരം പടച്ചുവിടുന്നവർ, അറിവില്ലായ്മ കൊണ്ട് മുച്ചൂട് നടക്കുന്ന ആളുകൾ, ഇവരോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഹബീബിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇത് ഹബീബിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്ന ഒരു അമലായി നമ്മുടെ ഈ അമലിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه. നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് വന്നിരിക്കുകയാണ് നൂറും വകിതാബും മുബീൻ, പ്രകാശവും വ്യക്തമായ ഒരു കിതാബും. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനല്ല, കാരണം കിതാബ് എന്ന് പിന്നെ പറഞ്ഞു. വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒരു പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ അർത്ഥം പറയേണ്ടത് എന്താണ് ആ നൂർ, പ്രകാശം എന്താ? ഖുർആനെ കുറിച്ചായിരിക്കും, ഹിദായത്തിനെ കുറിച്ചായിരിക്കും. അല്ല, ഇവിടെ ഈ പറയുന്ന നൂർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ ഉപ്പ പറഞ്ഞതൊക്കെ അതിൽപ്പെട്ടതാണ്. ഏത് ദഈഫാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടാൻ പറ്റൂല. മൗസൂഖായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആധികാരികമായി ചർച്ച ചെയ്ത വിഷയം. പിന്നെ എല്ലാറ്റിനും മർജിയിലേക്ക് പറയുമ്പോൾ സാധാരണക്കാർക്ക് പ്രയാസം, അത് ഏത് കിതാബിൽ ഏത് ഇമാമ പറഞ്ഞതാ, അത് ഞാൻ സൗകര്യപൂർവ്വം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്തെന്നറിയോ, നമുക്ക് വസ്വാസ് വരരുത്. എന്തൊരു മനോഹരമാണ് ആ പറയുന്നതൊക്കെ. ഇമാം ബൈഹഖി അടക്കം, ഇമാം അബ്ദുർ റസാഖ് തങ്ങളടക്കം, ഇമാം പ്രഗത്ഭരായ ഹദീത്ത് പണ്ഡിതന്മാർ അവരുടെ മുസ്നദുകളിലും മുസന്നഫുകളിലും സ്വഹീഹുകളിലുമൊക്കെ, ഇമാം തുർമിദി അടക്കം, ഇമാം ഹാക്കിം എന്നവർ, ഇവരൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ സനദുകളുള്ള ഹദീത്തുകളാണ് ആ മൗലിദിൻ്റെ കിതാബിലുള്ളത്. എന്നിട്ട് വെറുതെ ഉമ്മത്തിനെ വെറുതെ പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുക. ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നൂർ, പ്രകാശം വന്നിരിക്കുന്നു. ആ പ്രകാശം ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഹബീബ് നൂറാണ്, അത് പ്രകാശമാണ്. വകിതാബും മുബീൻ, പരിശുദ്ധ ഖുർആൻ. ഒന്ന് ഹബീബായ റസൂലാണ്, ഒന്ന് ഖുർആനാണ്. അള്ളാഹുവിലേക്ക് വസീല വേണ്ടെന്ന് പറയുന്നവര്, അള്ളാഹുവിന് നമ്മൾക്കുമിടയിൽ എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നവർ, നിങ്ങൾക്ക് അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ മീഡിയേറ്റർ വഴിയാണല്ലോ. അല്ലേ, ഒറ്റ കിട്ടിയതല്ലല്ലോ. ഹിറാ ഗുഹയിൽ പോയി നിങ്ങൾ ഇരുന്നതാണോ? നിങ്ങൾക്കാണോ വഹി വന്നത്? അല്ല, അള്ളാഹുവിന്റെ ഈ വഹി ഒരു വസീത്ത മുഖാന്തിരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ആ വസീലയാണ്, ആ വാസിത്തയാണ് ബൈനനാ വ ബൈനല്ലാഹ്. ആ വാസിത്തയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. എന്തുകൊണ്ട്? അവർ പറയും എന്താണ് തവസ്സുല്? അമാലുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യാം. നോമ്പ്, നിസ്കാരം, ഇതൊക്കെ തവസ്സുൽ ചെയ്യാം. സ്വതക്ക, അതുകൊണ്ടൊക്കെ തവസ്സുൽ ചെയ്യാം. എന്നാൽ അഷ്ഖാസ് കൊണ്ട്, മഹാന്മാരെ കൊണ്ട് അത് പ്രശ്നമാണെന്ന് പറയും. പൊന്നു ചങ്ങന്മാരെ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം, നിങ്ങൾ നോമ്പെടുത്തു, ഖുർആൻ ഓതി, ദിക്റില്ലേ, ഈ ദിക്ർ ഇബാദത്ത് എന്ന് പറഞ്ഞത് അറബിയിലെ അറൽ എന്ന് പറയും. ഇതൊരു തപ്പി നോക്കിയാൽ കിട്ടാത്തൊരു സാധന അല്ലേ? നിങ്ങൾ എന്ന് പറയുന്ന ഈ ബോഡി, അതിനാണ് ജൗഹർ എന്ന് പറയാ. അതൊരു സാധനമാണ്. ഇറ്റ്സ് എ മാസ്, MASS, മാസ്. മറ്റേതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. അമല്, നമ്മുടെ അമലുകൾ, our deeds are abstracts and we ourselves, we are mass, we are concrete. ഈ ബിൽഡിങ്ങിന് കോൺക്രീറ്റ് തപ്പി നോക്കിയാൽ കിട്ടുന്നത്. we are tangible.
നമ്മളെന്ന് പറഞ്ഞ സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നതാ, എളുപ്പമാണല്ലോ. നമ്മുടെ അമലെന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടാത്ത സാധനം അല്ലേ? ഈ തടിയില്ലാതെ ഈ അമലുകൾക്ക് അസ്തിത്വമുണ്ടോ? ഒരാളുടെ അമല് കൊണ്ട് തവസ്സുൽ ചെയ്യാം, ആളെ തടി കൊണ്ട് പറ്റൂല അല്ലേ? ഒരു മഹാനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. അയാൾ ചെയ്ത അമലുകളെ കൊണ്ട് മൂപ്പര് തവസ്സുൽ ചെയ്തോട്ടെ, നിങ്ങൾ ചെയ്ത അമല് കൊണ്ട് നിങ്ങൾക്കും തവസ്സുൽ ചെയ്യാം. പക്ഷേ അഷ്ഖാസിനെ കൊണ്ട്, അബദാനുകളെ കൊണ്ട്, ഔലിയാഇനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. എന്തേ പ്രശ്നം? അത് പറ്റൂല തന്നെ ഒരു തീരുമാനിച്ചു. പൊന്നു ചങ്ങാതി, അമലുകളെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലായാൽ, അമലെന്ന് പറയുന്നത് ഒരു അറളാണ്, മിനൽ അറാദ്. ആ അമല് ചെയ്ത ഒരാളുണ്ടാകുമ്പോഴല്ലേ ആ അമലിന് പ്രസക്തിയുള്ളൂ. ആ അമല് ചെയ്ത ഒരാളാണ് മഹാൻ. ആ അമലിന് മഹത്വമുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്ക് മഹത്വമില്ലയോ? ഈ ചെയ്ത ആളില്ലാതെ എങ്ങനെയാ ഒരു അമലുണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ജൗഹറിന് മഹത്വമില്ല, അറളിന് മഹത്വമുണ്ട്. എന്ത് ന്യായമായി പറയുന്നത്? അബ്സ്ട്രാക്റ്റ് ആയ ഒരു സാധനത്തിന് അത് ഓക്കെയാണ്, പക്ഷെ ഈ കോൺക്രീറ്റ് നമുക്ക് പറ്റൂല. നിസ്കരിച്ച തടി നമുക്ക് വേണ്ട, ആ നിസ്കാരം അവിടെ ഓക്കെയാണ്. അതാണോ ഈ പറയുന്ന അർത്ഥം? മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, എന്ത് പ്രയാസമുള്ളത്? ഇതൊക്കെ എൽമിൽ മാലൂമായ കാര്യം. നമ്മളെ നാട്ടിൽ ഇങ്ങനെ തർക്കിച്ച് കുറേ യൂട്യൂബ് ചാനൽ അതിനുള്ളത്. ഇനി കുറേ ആൾക്കാർ തലപൊക്കി വരും, തട്ടക്കെട്ടിട്ട് വരും, നാളെ മറുപടി പറയാം. അവർക്ക് ആകെ ഒന്നും പറഞ്ഞു തരൂല, എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ മാത്രം മടയിൽ നിന്ന് ഇറങ്ങി വരും. എന്നാൽ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക, ഇന്നതാ ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് അമല്, ഇന്നതാണ് ഈമാൻ, ഇന്നതാണ് നമ്മുടെ അഖീദ. ഒന്നും ഉണ്ടാൻ വരില്ല. ആരെങ്കിലും പറഞ്ഞു അപ്പം ഇറങ്ങി വന്ന് ആ പറഞ്ഞത് തെറ്റാണ്, അതുപോലെ പോയും ചെയ്ത്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അടങ്ങ പഠിച്ച റബ്ബത് ഏതപ്പ ശരി, ഈ മൂല്യര് പറഞ്ഞതാണോ ഈ മൂല്യര് പറഞ്ഞതാണോ? വസ്വാസായോ? പ്രയാസമല്ലേ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം, നമ്മുടെ ഇപ്പോഴത്തെ ഭാഗമല്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുകയാണ്, പുണ്യനിബിതങ്ങൾ എന്ന് പറയുന്ന ഹബീബിന്റെ ജസദ് ബിജാഹിൻ നബിയ്യി വബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ബദനു ഷരീഫ് കൊണ്ടും ഹബീബിന്റെ ജാഹു കൊണ്ടും തവസ്സുൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാ നമ്മുടെ അശ്അരിയായ പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. നിങ്ങൾ വേറെ ഏതെങ്കിലും മദ്ഹബ ചർച്ചയെങ്കിൽ ഇവിടെ കൊണ്ടുവരണ്ട. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗം ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരോട് ആ മദ്ഹബിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കാൻ വരി അല്ലേ? നിങ്ങൾ ഗൾഫിലൊന്നല്ലല്ലോ, വേറെ നാട്ടിലൊന്നും അല്ലല്ലോ. അവിടെ പിന്നെ പല ആൾക്കാരുണ്ടാവും, തമിഴ്നാട്ടുകാരുണ്ടാവും, കർണാടകക്കാരുണ്ടാവും, ഹനഫികളുണ്ടാവും, പല മദ്ഹബുകാരുണ്ടാവും. ഇവിടെ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്ന മദ്ഹബ് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബിൽ നിന്നുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കിതാബും പറഞ്ഞു, റസൂലുള്ളാഹിയും പറഞ്ഞു, പക്ഷേ അതിനുശേഷം പറയുന്നത് ബിഹി, അതുകൊണ്ട്. ഏതുകൊണ്ട്? രണ്ടെണ്ണം ഉണ്ടല്ലോ അവിടെ, പക്ഷെ ഒന്നാ പറയണത്. രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് അള്ളാഹിന്റെ അടിമയാണ്, ഇത് അല്ലാഹു ജല്ല ജലാലുഹു. പക്ഷെ ഈ അബ്ദിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ ഇലാഹാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടെ എൻ്റെ അബ്ദും റസൂലുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. അല്ലേ? അല്ലാതെ ഒരു ഇലാഹില്ല എന്നൊരാൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമോ? കഴിയൂല. എന്തുകൂടെ പറയണം? വ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഇത് പറയുമ്പോൾ തന്നെ ശിർക്ക. അള്ളാഹ് എന്ന പേരും മെഹ്റാബിൽ ഇപ്പുറത്ത് റസൂലുള്ളാഹിനെ വെച്ചാൽ അവിടെ രണ്ടിടത്തും അള്ളാഹ് എന്ന് വെച്ചാൽ മതി. രണ്ടല്ല ഉണ്ടോ? ഹബീബായ തങ്ങളുടെ പേരോടെ വെക്കുമ്പോഴേക്കും ബേജാറ്. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാ. ഇങ്ങനെ ഇബ്ലീസ് നമ്മുടെ അഖീദയെ ഫസാദാക്കാൻ എന്തൊക്കെ വേഷത്തിലും എന്തൊക്കെ ലേബിളിലും ഇറങ്ങുന്നുണ്ടെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. يهدي به الله من اتبع رضوانه سبل السلام. അല്ലാഹുവിന്റെയും ഹബീബിന്റെയും പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് അല്ലാഹു സമാധാനത്തിന്റെ വഴികൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. സുബുലസ്സലാം. 4 മദ്ഹബുകൾ വന്നത് എങ്ങനെയാണ്? സലാമിന്റെ വഴികളാണത്. രക്ഷയുടെ 4 മാർഗങ്ങളാണ് നമ്മുടെ അറിവിൽ. ഇപ്പൊ ലാഹിരി മദ്ഹബുണ്ട്, വേറെ ഈ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിലവിലുള്ള മൗസൂഖായ മുദവ്വനായ 4 മദ്ഹബുകൾ സുബുലുസ്സലാം, രക്ഷയിലേക്കുള്ള വഴികളാണ്. ഒന്ന് മറ്റൊന്നിനെ തെറ്റെന്ന് പറയില്ല, 4ഉം ശരിയാണ്. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി. ളുൽമത്തുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു വഴി നടത്തുന്നതും എൻ്റെ ഹബീബിനെയും എൻ്റെ കിതാബിനെയും അംഗീകരിക്കുന്നവർക്കാണ്.